ഇന്ത്യയുടെ വിശ്വസ്തരായ പ്രതിരോധ പങ്കാളിയാണ് ഫ്രാൻസ്. അന്തർവാഹിനി മുതൽ ഇന്ത്യയുടെ ആകാശത്ത് സുരക്ഷാ കവചം ഒരുക്കുന്ന റഫാൽ യുദ്ധവിമാനം വരെ ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങി. ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങിയ ചരിത്രം ഫ്രാൻസിനില്ല. എന്നാൽ ആ ചരിത്രവും വഴിമാറുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പിനാക്ക റോക്കറ്റ് സംവിധാനം വാങ്ങാൻ ഫ്രാൻസ് ആലോചിക്കുന്നുവെന്നാണ് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഇതാണ് ഇന്ത്യയുടെ പിനാക റോക്കറ്റ്. ലക്ഷ്യം, കൃത്യത, ക്ഷമത, ഇന്ധനത്തിന്റെ ജ്വലനം, അത്യുഗ്ര പ്രഹരശേഷി, ഇങ്ങനെ വിശേഷണങ്ങൾ നിരവധിയാണ് പിനാകയ്ക്ക്. അമേരിക്കയുടെ ഹിമാർസിനെ കവച്ചു വയ്ക്കുന്ന പ്രകടനമാണ് DRDOയിൽ പിറവിയെടുത്ത ഇന്ത്യയുടെ പിനാകയ്ക്കുള്ളത്. പിനാകയുടെ പ്രകടനം കണ്ട് ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിയായ ഫ്രാൻസ് പോലും അമ്പരന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇന്ത്യക്ക് ആയുധങ്ങൾ വിറ്റുമാത്രം ചരിത്രമുള്ള ഫ്രാൻസ് ആ ചരിത്രം പിനാകയിലൂടെ തിരുത്താൻ തയ്യാറെടുക്കുന്നു എന്നാണ് പ്രതിരോധ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 2024 അവസാനത്തിൽ ഫ്രഞ്ച് പ്രതിനിധികൾ ഇന്ത്യയിലെത്തി പിനാകയുടെ പ്രവർത്തനം നേരിട്ട് കണ്ടറിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫ്രാൻസ് ഇന്ത്യയുമായി ചർച്ചകൾ നടത്തുകയാണ്. ലോക ആയുധ വ്യാപാരത്തിൽ ഇതിനകം തന്നെ ഇന്ത്യക്ക് സ്വന്തമായ ഒരിടം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പതിയെ ആയുധ കയറ്റുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ സംഘർഷബാധിത പ്രദേശമായ അർമേനിയ ഇന്ത്യയിൽ നിന്ന് 4 പിനാക റോക്കറ്റ് സംവിധാനങ്ങൾ വാങ്ങിയിരുന്നു. 2000 കോടി രൂപയുടെ ഇടപാടായിരുന്നു ഇത്. ഇന്തോനേഷ്യ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളും ഇതിനകം തന്നെ പിനാകയിൽ താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പിനാകയുടെ പ്രഹരശേഷി എന്താണെന്ന് കൊണ്ടറിഞ്ഞവരാണ് പാകിസ്ഥാൻ. 1999 ഇന്ത്യ പാക് യുദ്ധത്തിലാണ് ആദ്യമായി പിനാക ഉപയോഗിക്കുന്നത്. കാർഗിലിൽ ഇന്ത്യയുടെ ധീര സൈനികർ ജീവൻ നൽകി നാടിന്റെ അഭിമാനം വാനോളം ഉയർത്തിയപ്പോൾ അതിന് മുൻനിരയിൽ തന്നെ പിനാകയുടെ ശക്തിയും ഉണ്ടായിരുന്നു. പർവ്വതനിരകളിൽ ചെന്ന് പാക് ഭീകരരെ തുരത്താൻ പിനാക വഹിച്ച പങ്ക് ചെറുതല്ല. പിനാകയ്ക്ക് പുറമെ ഇന്ത്യ നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങൾക്കും അർജുൻ ടാങ്കുകൾക്കും ആവശ്യക്കാരായി നിരവധി രാജ്യങ്ങൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.